ഈ മിമിക്രി താരം സുധിയെ സാറിന് അറിയാമായിരിക്കും. അദ്ദേഹം ദാരുണമായി തന്നെ വാഹനാപകടത്തിൽ മരണപ്പെടുന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യ ഒരു റീൽസ് എടുത്തിട്ടുണ്ട്. ഒരു ചാന്ത് പൊട്ട് സിനിമയിൽ അതുമായി ബന്ധപ്പെട്ട ഒരു റീൽസ് എടുത്തപ്പോൾ വലിയ സൈബർ ആക്രമണമാണ് നടക്കുന്നത്. നിങ്ങളുടെ ഭർത്താവ് മരണപ്പെട്ടില്ലേ, അടങ്ങി ഒതുങ്ങി വീട്ടിലിരുന്നു കൂടെ എന്നല്ലാണ് ചോദ്യം ചോദിക്കുന്നത്. അതിൻ്റെ പേരിൽ വലിയ വിമർശനമാണ്. അതിനെ വിമർശിക്കേണ്ട കാര്യമുണ്ടോ? വിമർശനത്തെ നമ്മൾ കണക്കിലെടുക്കേണ്ട കാര്യമില്ല, അവഗണിക്കേണ്ട കാര്യമാണ്. ഇങ്ങനെ പണിയൊന്നുമില്ലാത്ത കുറേ എണ്ണങ്ങളുണ്ടെന്നേ. ചുമ്മാ സൈബറിൽ എന്ത് നടക്കുന്നു നോക്കി അഭിപ്രായ പ്രകടനം നടത്താൻ വേണ്ടിയിരിക്കും. യാതൊരു പണിയില്ല, അതിനാണ് വില കുറഞ്ഞ അഭിപ്രായ പ്രകടനം നടത്താൻ. സുധി മരിച്ച ആ കുടുംബത്തിന് എന്തെങ്കിലും രക്ഷ ചെയ്യുക, എന്തെങ്കിലും ഒരു ഫണ്ട് സ്വരൂപിച്ച് കൊടുക്കുകയും അഴിമതിയില്ലാതെ ചെയ്തിരുന്നുവെങ്കിൽ എത്ര മഹത്തായ ഒരു ത്യാഗമായിരുന്നേനെ അത്. അതായത് നമ്മുടെ നാട്ടിൽ തൊഴിൽ ഒന്നുമില്ലാത്ത കുറേ ആൾക്കാരുണ്ട്, സൈബർ നോക്കിയിരിക്കുക. 24 മണിക്കൂർ ഇങ്ങനെ മൊബൈൽ എടുത്തിട്ട് ചുണ്ണാമ്പ് വെറ്റിയിൽ ചുണ്ണാമ്പ് തേച്ചുകൊണ്ടിരിക്കുക. ഇവർ ഈ ചുണ്ണാമ്പ് അതിന് തേച്ചിരുന്നെങ്കിൽ ഒരു 10,000-3000 വെറ്റിലെങ്കിലും ചുണ്ണാമ്പ് കാണും. ഇതല്ല, ഇപ്പം നമ്മൾ എവിടെ പോയി കഴിയുമ്പോഴും ഇതാ പരിപാടി. ഇതിനകത്ത് വല്ലതും ഉണ്ടോ, നമുക്കൊന്ന് മേയാൻ പറ്റി എന്തെങ്കിലും ഉണ്ടോ, ഇതാ നോക്കുന്നത്. അപ്പോൾ വില കുറഞ്ഞ അഭിപ്രായ പ്രകടനങ്ങൾ നടത്തുക. ഒരു നല്ല കാര്യം ഉപകാരപ്പെടുന്നതൊന്നും ചെയ്യില്ല എന്ന് മാത്രമല്ല, നമ്മളൊക്കെ ക്ഷണിക്കാതെ കയറി അഭിപ്രായം പറയാറില്ല. ഒന്നിനും നമ്മുടെ അഭിപ്രായം എന്താണെന്ന് ചോദിച്ചാലല്ലേ പറയേണ്ടത്. അല്ലാതെ നമ്മുടെ ക്ഷണമില്ലാതെ നമ്മളൊരു ഊണ് കഴിക്കാൻ പോകാറില്ലല്ലോ സാധാരണഗതി അന്തസ്സുള്ളവരാരും. അപ്പോൾ ഇവരെന്താണ് അഭിപ്രായം എന്ന് ചോദിച്ചാൽ മാത്രമല്ലേ ഈ സൈബർ കൂലിക്കാർ പറയേണ്ടതുള്ളൂ. ഇതങ്ങ് എടുത്തു വെച്ച അഭിപ്രായം എന്ന് പറഞ്ഞേക്കുക. ഇത് പുതിയ അഭിപ്രായമൊന്നുമല്ല, കുറേ ഞരമ്പ് രോഗികളുടെ അഭിപ്രായ പഠനങ്ങളാണ്. ഇതിനെക്കുറിച്ച് നമ്മൾ കൂടുതൽ വിഷാദപ്പെട്ടിട്ട് കാര്യമില്ല. എല്ലാ അമ്മമാരും ഇത് നോക്കാനേ പോകരുത്. സൈബർ ഇടങ്ങളിൽ കുഴിച്ചു മൂലിയിടേണ്ട കാര്യങ്ങളാണിത്. ഇതിനകത്ത് എന്തെങ്കിലും ഒരു കലാമൂല്യമുണ്ടോ, സാഹിത്യ മൂല്യമുണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ധാർമ്മിക മൂല്യമുണ്ടോ? ആ മൂല്യച്യുതിയുടെ കുഴിയിടങ്ങളാണിത്, സൈബർ ഇടങ്ങളാണ്. അത് അപ്പാടെ കുഴിച്ചു അവിടെ ഇടുക. അതിൻ്റെ നാറ്റം പുറത്തേക്ക് വമിക്കാത്ത വിധം നമ്മളത്. നമ്മുടെ കേരള സമൂഹം വലിയ രീതിയിൽ പുരോഗതി നേടിയതായും നാം അവകാശപ്പെടുന്നു, സാക്ഷരതയിൽ മുന്നിലാണെന്ന് അവകാശപ്പെടുന്നു. അത്തരത്തിലുള്ള ഒരു സമൂഹത്തിന്റെ ഭാഗത്തു നിന്നാണ് ഇത്തരം പ്രവൃത്തികൾ ഉണ്ടാകുന്നത്. കാരണം ഒരു ഭർത്താവ് മരണപ്പെട്ടു എന്ന് പറഞ്ഞാൽ ആ ഭാര്യ ഇനി പുറത്തിറങ്ങാൻ പാടില്ല, അതോ ഇനി മുൻകാലങ്ങളെ പോലെ സതി ആവർത്തിക്കേണ്ട ആവശ്യമുണ്ടോ ഈ വിമർശനം ഉന്നയിക്കുന്നവർക്ക്? അങ്ങനെ ഇല്ലെന്ന് മാത്രമല്ല, സുധി അങ്ങനെ പറഞ്ഞിട്ടല്ലോ. ഭാര്യ രേണുകയോടെ പറഞ്ഞിട്ടുണ്ടോ സുധി ഞാൻ മരിച്ചു കഴിഞ്ഞാൽ നീ ഇങ്ങനെ തപസ്സനുഷ്ഠിച്ച് വീട്ടിലിരിക്കണമെന്ന് ഒരു ഭർത്താവും പറയില്ല. നീ ജീവിക്കണം, നിൻ്റെ കലാബോധം ഉപയോഗിച്ചുകൊണ്ട് കലാപ്രകടനങ്ങൾ നടത്തി നീ ജീവിക്കണം. ഒരു കലാബോധമുള്ള ഒരാളും തൻ്റെ ഭാര്യ കലാരംഗത്ത് തുടരരുത് എന്ന് പറയില്ല. കലാമൂല്യവും ജീവിതമൂല്യവും എല്ലാം നശിച്ച കുറേ ആൾക്കാരുടെ ജൽപ്പനങ്ങളാണ് ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെ നമ്മൾ ഈ കാണുന്നത്. അതിനെയൊന്നും നമ്മൾ കാര്യമായിട്ട് ഗൗരവമായിട്ട് എടുക്കേണ്ട കാര്യമില്ല. ഈ സൈബർ അറ്റാക്ക് എന്ന് തന്നെ നമ്മൾ പറയുന്നത് എന്തിനാണ്? നമ്മളെ ശാരീരികമായിട്ട് ബാധിക്കുന്ന കാര്യങ്ങളല്ല, കല്ലെറിയല്ല, ഒന്നുമില്ല. നമ്മളത് അവഗണിച്ചു കഴിഞ്ഞാൽ അത് അഗണ്യ കൂടിയില്ല. ഇപ്പോൾ നമ്മുടെ സ്വാമിമാർ പറയുന്ന ഒരു കഥയുണ്ട്. നമ്മുടെ മനസ്സിനെ അപമാനിച്ചു, അവഹേളിച്ചു എന്ന് പറയും. നമ്മൾ വിഷേദിച്ചിരിക്കുമ്പോൾ നമ്മൾ ഈ കഥ ഓർക്കണം. അവർ പറയുന്നത് ഇങ്ങനെയാണ്: നിങ്ങൾ വഴിയിൽ കൂടി നടന്നു പോകുന്നു, അവിടെ കുറച്ച് ചാണകം കിടപ്പുണ്ട്. ചാണകമല്ല, അമേധ്യമായിക്കോട്ടെ, എന്തുമായിക്കോട്ടെ. അത് എടുത്ത് നിങ്ങൾ ദേഹത്ത് വെച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് വല്ല പ്രശ്നമുണ്ടോ? അതിൽ നിന്ന് ഒഴിഞ്ഞു മാറി അങ്ങ് പോവുക. അപ്പോൾ ചാണകത്തിൽ പറ്റി പിടിച്ചിരിക്കുന്ന ഈച്ചകളോ അല്ലെങ്കിൽ മറ്റഴുക്കുകളോ നിങ്ങളുടെ ശരീരത്തിൽ പറ്റുന്നില്ല, ചാണകവും പറ്റുന്നില്ല, നിങ്ങൾ ശുദ്ധമായിട്ട് തന്നെ പോകുന്നു എന്ന് പറയുന്ന പോലെയാണ് ഈ സൈബർ ഇടങ്ങളിൽ ഇങ്ങനെ ഇടുന്ന പോസ്റ്റുകൾ. നമ്മളങ്ങ് അവഗണിച്ചേക്കുക. ഒരാൾ പോസ്റ്റ് ഇട്ട് കഴിയുമ്പോൾ മറ്റവനും പോസ്റ്റ് ഇടും. വിവരദോഷികളാണ്. സ്വന്തമായിട്ട് എന്തെങ്കിലും ഒരു കലാപ്രകടനം നടത്താനോ ഒരു സാഹിത്യ രചന നടത്താനോ അല്ലെങ്കിൽ സ്വന്തമായിട്ട് ഒരു അഭിപ്രായ പ്രകടനം പോലും നടത്താനോ ആവശ്യമായിട്ടുള്ള ഒരു വിഭവവുമില്ലാത്ത, ബുദ്ധിവൈഭവമില്ലാത്ത ആൾക്കാരുടെ മേച്ചിൽപ്പുറങ്ങളാണ്. ദ പോളിറ്റിക്സ് ഈസ് ദി ലാസ്റ്റ് റെഫ്യൂജ് ഓഫ് ദിസ് കൗണ്ടർ എന്നാണ് ബെർണാഡ് ഷാ പറഞ്ഞിരിക്കുന്നത്. എന്ന് പറയുന്ന പോലെ ദിസ് ടൈപ്സ് ഓഫ് കമൻസ് ആർ ദി ലാസ്റ്റ് റെഫ്യൂജ് ഓഫ് ദോസ് ഹു ഹാവ് ഫെയിൽഡ് ഇൻ എവറി ഫീൽഡ് ഇൻ ലൈഫ് എന്ന് മാത്രമേ പറയാനുള്ളൂ. ജീവിതത്തിൽ എല്ലാ സമസ്ത മേഖലകളിലും പരാജയപ്പെട്ടിരിക്കുന്ന ആൾക്കാരുടെ ഒരു അഭയ കേന്ദ്രം മാത്രമായിട്ട് ഇതിനെ കണ്ട് അവിടുന്ന് നമ്മളങ്ങ് മാറിപ്പോയച്ചാൽ മതി. അതിലോട്ട് കണ്ണട വെച്ച് നമ്മൾ നോക്കാതിരുന്നാൽ മതി. അവരിങ്ങനെ ചുരുണ്ടി ഇരിക്കട്ടെ. ഇതിനെതിരെ നിയമ നടപടി സ്വീകരിക്കണം. കാരണം ഇവർക്കെല്ലാം ഒരു ധൈര്യമുണ്ട്, നിങ്ങളെ തേടി പോലീസ് വരില്ല,
ഇതെല്ലാം ഒരു മുറിക്കുള്ളിൽ ഇരുന്നല്ലേ ഇത്തരം പ്രവർത്തനങ്ങൾ ചെയ്യുന്നത്. ആ മുറിയിലേക്ക് പൊതുസമൂഹം എത്തില്ലെന്നൊരു ധാരണ ഉണ്ടല്ലോ. അതിപ്പോൾ നമ്മൾ പറഞ്ഞാൽ ശ്രീജിത്ത്, നമ്മൾ പബ്ലിക് കംഫർട്ട് സ്റ്റേഷനുകളുണ്ടല്ലോ, അവിടെ വിസർജനം ചെയ്തിട്ട് വെള്ളം ഒഴിക്കാതെ പോകുന്ന ആൾക്കാരുണ്ടല്ലോ, നാറ്റം പരിസരത്തെല്ലാം വമിക്കും. അങ്ങനെയുള്ള ആൾക്കാരെ എന്തെങ്കിലും ചെയ്യാൻ നടപടിയുണ്ട് എന്ന് പറയുന്നത് പോലെ ഉള്ളു വാസ്തവത്തിൽ. അത്ര നാറികൾ, പരനാറികളാണ് ഇങ്ങനെയൊക്കെ ഒരു സ്ത്രീയെ, വിധവയായ സ്ത്രീയെ അവരുടെ ദുഃഖത്തിൽ പങ്കുചേരുകയും അവരെ പോസിറ്റീവായ എനർജി കൊണ്ട് മുന്നോട്ട് നയിക്കുകയും ചെയ്യേണ്ടതിന് പകരം അവരെ ഇങ്ങനെ കരയിക്കുന്ന തരത്തിൽ, ഭർത്താവിൻ്റെ മരണത്തിൽ അവർക്കുള്ള ദുഃഖം ഇരട്ടിയാക്കുന്ന വിധത്തിൽ ഇങ്ങനെ ചെയ്തിരിക്കുന്നു. ഇതിലൊരു പ്രധാന വസ്തുത എന്ന് പറയുന്നത്, ശ്രുതി എന്താഗ്രഹിച്ചോ അതാണ് അവരിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കലാരംഗത്ത് ശ്രുതിക്ക് ഇനി ഒരു സംഭാവനയും ചെയ്യാൻ കഴിയില്ല, എന്നേക്കുമായിട്ട് കാലയവനികയ്ക്കുള്ളിൽ മറഞ്ഞുപോയി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യയിലൂടെ ആ കലാസഭാര്യ അതുപോലെ അല്ലെങ്കിലും വേറൊരു രൂപത്തിൽ വരുമ്പോൾ കലാബോധമുള്ളവരും ഹൃദയമുള്ളവരും ബോധമുള്ളവരും അതിനെ അംഗീകരിക്കും, കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കും. ഇതുപോലുള്ള അധമ വർഗങ്ങൾ, അധമരായിട്ടുള്ള ആൾക്കാർ, അജ്ഞരായിട്ടുള്ള ആൾക്കാർ അതിനെ നിരുത്സാഹപ്പെടുത്തും, കല്ലെറിയും, ചാണകമെടുത്തെറിയും, ചെരുപ്പെടുത്തെറിയും. ഒരു നിറകൺ പുഞ്ചിരിയോടുകൂടി അതിനെയെല്ലാം കാണിക്കുകയും അവഗണിക്കുകയും ഞാനിനിയും വർദ്ധിത ഊർജത്തോടുകൂടി പൂർവാധികം ശക്തിയോടുകൂടി ഈ കലാസപര്യ തുടരുകയും ചെയ്യുക എന്ന കർമ്മമനുഷ്ഠിക്കുക. മറുപടി പറയാതെ, ഒരു മറുപടിയും പറയണ്ട. കർമ്മമനുഷ്ഠിച്ച് മുന്നോട്ട് പോകുന്നതിലാണ് നമ്മുടെ ജീവിത വിജയം. നമ്മൾ ഇതിനെക്കുറിച്ച് വിചാരപ്പെട്ടുകൊണ്ട് നമ്മുടെ ഊർജം പാഴാക്കേണ്ട കാര്യമേ ഇല്ല. ഒരു നിമിഷം പോലും നമ്മുടെ കാര്യത്തിലും എല്ലാവരുടെ കാര്യത്തിലും അത് ശരിയാണ്. ഈ അവഹേളനങ്ങളുടെ ചാണകം വാരിയറിയലുണ്ടല്ലോ, അതിന് നമ്മൾ ശ്രദ്ധിക്കുകയും ചെയ്യാതെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചുകൊണ്ട് എൻ്റെ ഈ കലാപ്രകടനത്തിന് എത്ര റേറ്റിംഗ് കിട്ടി, റീൽസ് അല്ലേ, അപ്പോൾ എത്രമാത്രം റേറ്റിംഗ്സ് കിട്ടി, അതിൽ ആവേശഭരിതരായിട്ട് അതിൽ പ്രചോദനം ഉൾക്കൊണ്ട് മുന്നോട്ട് പോവുകയാണ് രേണുക ചെയ്യേണ്ടത് എന്ന് എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും കൂടുതൽ വീഡിയോസ് ചെയ്യണം, കൂടുതൽ വീഡിയോസ് അതുപോലെ തന്നെ മാർക്കറ്റ് ചെയ്യാനും ശ്രമിക്കണം. ഈ വീഡിയോസ് കൂടുതൽ ആളുകളിൽ എത്താൻ വേണ്ടിയിട്ട് സൈബർ ആക്രമണം നടത്തുന്നവർ എത്രത്തോളം നടത്തുമെന്ന് നോക്കാമല്ലോ. അതെ, സൈബർ ആക്രമണം നടത്തുന്നവരെ കൊണ്ട് ഇവർ നടത്തുന്ന റീൽസിൻ്റെ ഒരു ശതാംശം കലാമൂല്യമുള്ള ഒരു ഉൽപ്പന്നമെങ്കിലും ഉൽപ്പാദിപ്പിക്കാൻ കഴിയുമോ? ഭർത്താവ് മരിച്ചതുകൊണ്ട് തപസ് അനുഷ്ഠിക്കണമെന്ന് ആരാണ് പറഞ്ഞത്? അതൊക്കെ സതീ സമ്പ്രദായമൊക്കെ നമ്മൾ എന്നെ നിർത്തലാക്കി. അല്ല, അതാണ് മറ്റു സംശയം. ഈ കേരളം ഇത്രയും പുരോഗമിച്ചു എന്ന് പറയുമ്പോൾ ഈ സമൂഹം പുരോഗമിച്ചിട്ടില്ല, ഈ മനസ്സ് പുരോഗമിച്ചിട്ടില്ല. അല്ല, ഭർത്താവ് മരിച്ചു എന്ന് പറഞ്ഞ് ഇവർക്ക് ജീവിക്കണ്ടേ, ജീവിക്കാനുള്ള വരുമാനം കണ്ടെത്തണ്ടേ? അവർ കലാബോധമുള്ള നിലവാരമുള്ള ഒരു ജീവിത രീതി സ്വീകരിച്ചുകൊണ്ട് ഇവരെ പോലെ നിലവാരമില്ലാത്ത അഭിപ്രായ പ്രകടനങ്ങൾ നടത്തിക്കൊണ്ടല്ല മുന്നേറുന്നത്. നിലവാരമുള്ള കലാപ്രകടനങ്ങൾ നടത്തിക്കൊണ്ട് മുന്നേറുമ്പോൾ അതിന് എന്തിന് അള്ളുവെക്കാൻ നടക്കുന്നത്? ഈ മലയാളികൾക്ക് അങ്ങനെ ഒരു സ്വഭാവം ഉണ്ടോ? മലയാളികളിൽ ആരെങ്കിലും ഒരാൾ രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോൾ അവരെ ചവിട്ടിത്താഴ്ത്തുക എന്നത് മലയാളികൾ ഇപ്പോഴും ഒരു ട്രെൻഡിങ് ആയി മാറിയിട്ടുണ്ടോ? അതോ മുൻകാലങ്ങളിൽ ഇങ്ങനെയെല്ലാം ഉണ്ടോ? എപ്പോഴും ഇങ്ങനെയാണ്. അന്യരുടെ സ്വകാര്യ ജീവിതത്തിൽ ഇടപെടുക, ഒളിഞ്ഞു നോക്കുക. അവൻ്റെ കിടക്കറയിലേക്ക്, നമ്മളെല്ലാം പറയും അടുക്കളയിലേക്ക്, എൻ്റെ അടുക്കള എൻ്റെ സ്വാതന്ത്ര്യം. അങ്ങനെയല്ല, കിടക്കറയിലേക്ക് ഒളിഞ്ഞു നോക്കുക. വോയറിസം എന്ന് പറയുന്ന മനോരോഗമാണ്. അത് നന്നായിട്ടുണ്ട്. പാർക്കിലിരിക്കുമ്പോഴും അന്യനെ കെട്ടിപ്പിടിക്കുന്നുണ്ടോ, ചുംബനം നടത്തുന്നുണ്ടോ, ഇത് അവരുടെ സ്വകാര്യ കാര്യമാണ്. നിങ്ങൾ എന്തിനാ അതിലേക്ക് എത്തി നോക്കാൻ നടക്കുന്നത്? പിന്നെ ഇവിടെ ഈ പോലീസ് കളിക്ക്, മോറൽ പോലീസിങ്, അതുകൊണ്ട് അത് സദാചാര പോലീസ് എന്ന് മലയാളത്തിൽ പറയും. അത് കളിക്കുകയും ചെയ്യുന്നവർ, ഇത് നമ്മുടെ സ്വഭാവ ദൂഷ്യമായതുകൊണ്ടാണ് അന്യനാടുകളിൽ തങ്ങുന്ന ആൾക്കാരൊന്നും ഇങ്ങോട്ട് വരാൻ ആഗ്രഹിക്കാതെ. ആവശ്യമില്ലാതെ ഇപ്പോൾ ഒരു കുഞ്ഞുണ്ട്, ഒരു അമ്മയ്ക്ക് വളരെ വിഷമം പേറിക്കൊണ്ടാണ് നടക്കുന്നത്. അപ്പോൾ എന്താടി നിനക്ക് വിശേഷമൊന്നുമില്ലേ? അന്യർക്കാണ് ഇതിനകത്ത് വലിയ ഉത്കണ്ഠയുള്ളത്. അതുപോലെ തന്നെ ജോലിയൊന്നും നിൽക്കാതെ അവൻ വലിയ ഭാരമേറിയ മനസ്സുമായിട്ടായിരിക്കുന്നത്. നിനക്കിതുവരെ ജോലിയൊന്നും കിട്ടിയില്ലേ? ഇങ്ങനെയുള്ള വിവരമില്ലായ്മയുടെ ചോദ്യങ്ങൾ കൂരമ്പുകളായിട്ട് അവൻ്റെ നെഞ്ചിലേക്ക് ചെല്ലുക. ഈ ചോദിക്കുന്നവർക്ക് കൊണ്ട് എന്തെങ്കിലും നേടിക്കൊടുക്കാൻ കഴിയുമോ? അതുമില്ല. കേരളത്തിന് പുറത്തോ വിദേശ രാജ്യത്തോ ഇങ്ങനെയൊന്നും, എന്നാൽ അവൻ്റെ കാര്യത്തിൽ ഇടപെട്ട് അവനെ ഒന്ന് സഹായിക്കുക. അതിലെന്താടാ ഇതുവരെ ആകാഞ്ഞത്? അപ്പോൾ എത്രമാത്രം വേദനയായിരിക്കും. അപ്പോൾ ഒരു ഗർഭം ധരിക്കാൻ ഭാഗ്യമില്ലാത്ത ഒരമ്മ, തൊഴിൽ നേടാൻ ഭാഗ്യമില്ലാത്ത ഒരു യുവാവ് ഒക്കെ അനുഭവിക്കുക. ആ ഭാരം നിങ്ങൾ വർദ്ധിപ്പിച്ചു കൊടുക്കുകയാണ്. അത് കേരളീയരുടെ ഒരു മനഃശാസ്ത്രമായിട്ട് മാറിയിട്ടുണ്ട്. ഈ വിവരമുള്ള പുതിയ തലമുറ അതിൽ നിന്ന് മാറണം എന്നാണ് എനിക്ക് അഭിപ്രായം. എനിക്ക് തോന്നുന്നത് ഈ ചുണ്ണാമ്പ് പുരട്ടുന്നതുകൊണ്ട് ഒരു ഗുണമുണ്ട്, ഇത് എനിക്ക് ജോലിയൊന്നും കിട്ടിയില്ലേടാ എന്നുള്ള ആ ചോദ്യം പുതുതലമുറയിൽ വരുന്നില്ല.
അത്രയ്ക്കും ആശ്വാസം. പക്ഷേ അന്യൻ്റെ സ്വകാര്യ ജീവിതത്തിലേക്ക് നിങ്ങൾ സൈബറിലൂടെ ആയാലും ഇങ്ങനെയായാലും ചോദ്യങ്ങൾ ഇടരുത്. പ്രോത്സാഹിപ്പിക്കാൻ പറ്റുമെങ്കിൽ പ്രോത്സാഹിപ്പിക്കുക, അല്ലെങ്കിൽ മിണ്ടാതെ മൗനമായിട്ടിരിക്കുക.